ഹലോ. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു മനുഷ്യൻ വന്നു, ഒരു അനുചരൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എന്താണ് പാപം എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്കിൽ അതിന് മറുപടി കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഈ മറുപടിയുടെ പ്രസക്തി എന്തുമാത്രമാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ലഘുവായിട്ട് നോക്കാം. ഇന്ന് കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പുതു സംസ്കാരങ്ങളും പുതു തലമുറകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ഭാവനയിലും വീക്ഷണത്തിലൊക്കെ പാപങ്ങളൊക്കെ ചിലപ്പം നന്മകളായിട്ട് ഗണിക്കാം, നന്മകളെയൊക്കെ പാപങ്ങളായിട്ട് ഗണിക്കാം. അങ്ങനെ വ്യക്തികളുടെയൊക്കെ ഓരോ സംസ്കാരത്തിൻ്റെയും ഓരോ മത അടിസ്ഥാനത്തിലും പലതും ഇങ്ങനെ പാപം, അത് പുണ്യം, പുണ്യം പാപം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിനിപ്പം ചിന്തകരാകട്ടെ, കവികളാകട്ടെ, കഥാകാരന്മാരാകട്ടെ, അവരുടെയൊക്കെ ഭാവന അനുസരിച്ചാണെന്ന് പാപത്തെയും പുണ്യത്തെയൊക്കെ നിശ്ചയിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹിയുടെ ഈ ഒരു മറുപടി ഈ കഴിഞ്ഞുപോയ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തും ഇനി വരാനിരിക്കുന്ന കാലത്തും ഒരേ പ്രസക്തിയാണ്. എന്താണ് ആ മറുപടി? ആ സഹാബി എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപം എന്നത് നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്തോ അത് തന്നെയാണ് പാപം. നോക്കൂ, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്തോ അതാണ് പാപം. കഴിഞ്ഞില്ലേ കാര്യം? എന്ത് സിമ്പിളായിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ തെറ്റാവട്ടെ, വലിയ തെറ്റാകട്ടെ, അവിടെയെല്ലാം തെറ്റാണെന്ന് അവന്റെ ഉൾമനസ് കൊണ്ടൊരു ചെറിയ ബോധം ഉണ്ടാകും. അവിടെ ചൊറിച്ചിലും ഉണ്ടാകും. തീർച്ചയായിട്ടും ചെയ്ത് ശരിയായില്ല, അല്ലെ പറ്റിയില്ല, മോശമായി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും. അത് തന്നെയാണ് പാപം. കാരണം ആത്മാവെന്ന് പറയുന്നത് മുഴു മനുഷ്യന്റെയും, അതിന് മുസ്ലിം ആകണമെന്നൊന്നുമില്ല, മുഴു മനുഷ്യന്റെയും ആത്മാവെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ശരീരമാണ് ഭൂമിയിൽ. അപ്പൊ ഏതൊരു കാര്യം നന്മ ചെയ്താലും ആ ആത്മാവ് മന്ത്രിക്കും ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോഴും ആത്മാവ് മന്ത്രിക്കും ഇത് തെറ്റാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സൂചിപ്പിച്ചു, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്തോ അത് തന്നെയാണ് പാപം. ഇനി എന്താണ് പരിഹാരം? ഇവിടെ ഭൂമിയിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യരായിട്ട് ആരുമില്ല എന്ന് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഖലഖൽ ഇൻസാന ലഈഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ബലഹീനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇതിന് പരിഹാരം എന്താണ്? തെറ്റുകൾ അറിഞ്ഞ് മനസ്സിന് ചൊറിച്ചിലുണ്ടാകുമ്പോൾ പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, പടച്ച തമ്പുരാനോട്, ദൈവത്തോട് മാപ്പ് ചോദിക്കുക, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പുറത്തു തരാൻ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള മനുഷ്യരുടെ നിഷ്കളങ്കമായിട്ടുള്ള ഇടപെടിയിൽ തീർച്ചയായിട്ടും പാപരഹിതരാക്കും, സംശയമില്ല. പാപങ്ങൾ മരണത്തിന്റെ ഇടയ്ക്ക് മനുഷ്യന് മലക്കല്ലല്ലോ, മനുഷ്യനാണല്ലോ നമ്മൾ, വന്നുപോകും. ചെറുത് ചിലപ്പോൾ വലുതൊക്കെ വന്നുപോകും. ഇവിടെ നിന്നെല്ലാം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ബോധ്യമായിട്ട് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക, പാപമോചനം നടത്തുക. പടച്ച തമ്പുരാൻ എല്ലാവരെയും സ്വീകരിക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.